ആ എത്തിയാ ഒന്ന് നില്ലേ പറയട്ടെ. എന്താ എന്താണ് വളിച്ച ചിരി? പുതിയ വല്ല പരിപാടി ഒപ്പിച്ചാ? പുതിയ എന്ത് പരിപാടി ഒപ്പിച്ചെന്ന്? അപ്പൊ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഇതിന് മുമ്പ് വേറെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്നല്ലേ? ആ അവിടെ ഒപ്പിച്ച പരിപാടിയൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ നീ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ഈ ചിരി കാണുമ്പോഴാണ് കാരണം നോക്കി ഒന്ന് തരാൻ തോന്നണേ. കാര്യം പറയടാ. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്, പറഞ്ഞാ പരിഹസിക്കും. എന്നാ പിന്നെ പറയണ്ട. പറയടാ. ഞാനേ പാട്ട് പഠിക്കാൻ തീരുമാനിച്ചു. ശരിക്കും? ഓ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലെങ്കിൽ ഞാൻ ഞെട്ടിക്കും. എന്നിട്ട് എന്തോന്ന്? അല്ല എവിടെ പോണു പാട്ട് പഠിക്കാനായിട്ട്? അത് നമ്മുടെ ട്യൂഷൻ സെന്റർ അല്ലേ, അതിന് തൊട്ടപ്പുറത്തുള്ള ചേച്ചി പാട്ടുകാരിയാണ്. ഞാൻ ഇപ്പോഴും അറിയണത്. 2 ദിവസം മുമ്പ് ചേച്ചി മ്യൂസിക് ക്ലാസ് തുടങ്ങി. സോ നേരെ ഒന്ന് ദക്ഷിണ വെച്ചു, ശിഷ്യത്വം സ്വീകരിച്ചു. ഈ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞെന്ന് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ബാത്റൂം രാഗത്തിൽ 2 അലക്കാത്തത്? സത്യം പറഞ്ഞാൽ ഞാൻ 2 വരി പാടി. നീ പാടിയോ? കേട്ടണ്ടാ, ടീച്ചറിന് ഇഷ്ടപ്പെട്ടു. ആണല്ലേ? ഇവിടെ നിൽക്കുകയാണല്ലേ? ആ ഞാൻ ഇവനോട് സംസാരിക്കുകയായിരുന്നു. എന്തിനാ വൈകിയത്? താമസിച്ചെന്ത്? എന്തോ നിനക്ക് എന്തടാ? എന്ത്? അത് വന്നപ്പോ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ചേച്ചി സംസാരിച്ചോണ്ടിരിക്കുക. പഠിക്കാൻ പറഞ്ഞപ്പോ ചേട്ടന്റെ റൂമിൽ പോയി ഇരുന്നല്ലേ നീ? അതാണ് അവിടെ വന്നിട്ട് പരസ്പരം ഒന്നും ഇല്ലാണ്ട് എന്തൊക്കെയാ വിളിച്ച് പറയണ്ടായിരുന്നു. സമയം പോണ്ടേ? പഠിച്ചാലും സമയം പോകും കൊച്ചേ. ഞാൻ ഇതിന്റെ അടുത്ത് ഇനി പഠിക്കാനൊന്നും പറയാൻ പാടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കട്ടെ. ഇവക്ക് താല്പര്യം വന്നിട്ട് ഇവള് പഠിക്കാൻ. പാറേ മക്കളെ ചേട്ടൻ പഠിപ്പിക്കാം. ചേട്ടൻ പഠിപ്പിക്കുന്നല്ലേ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആരുടെ കൂടെ ഇരുന്നാണെങ്കിലും പഠിച്ചാ മതി, അത്രേ ഉള്ളൂ എനിക്ക്. കേശുവേ, സേവാകേന്ദ്രം എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ? സേവിക്കലൊക്കെ ഭംഗിയായിട്ട് നടക്കണ്ട? ഇങ്ങനെ കാശൊക്കെ കൂടിയാ? അല്ല അവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണ കേൾക്കണില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ട്രാക്കിൽ സെറ്റ് ചെയ്ത് അപ്പൊ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും. അങ്ങനെ പോയാൽ മതി. അച്ഛനെ പോലെ ആവരുത്. അച്ഛനെല്ലാം ആരംഭശൂരത്വം മാത്രമല്ലേ, പിന്നെ എല്ലാം എന്താ ദൈവ സെറ്റ്. കേശ് ഇപ്പൊ ഇവിടെ പലരുടെ പേര് ഉച്ചരിക്കാറില്ല. അതിപ്പോ ഇനി മറന്നാണോ മനഃപൂർവ്വമാണോ ആർക്കറിയാം അല്ലേ? ചേട്ടൻ ആരുടെ പേര് ഉദ്ദേശിച്ചതെന്ന്? അല്ല ചേട്ടൻ പറഞ്ഞത് എനിക്കും മനസ്സിലായി. ഈ ചില രഹസ്യ നീക്കങ്ങളൊക്കെ പരസ്യമാവാനേ ഒരു നിമിഷം മതിയല്ലോ. അമ്മ അവരെന്തോന്നും പറയണ? മാളവിക ഞാൻ പോണു. ഈ അമ്മയുടെ ഒരു കാര്യം എന്തോന്നമ്മ, ഒരു കാര്യം പറയുമ്പോ സത്യങ്ങളൊക്കെ പറയുമ്പോ അതിനൊരു മറവും കാര്യങ്ങളും വെച്ചിട്ടല്ലേ പറയണ്ടല്ലേ? വെളിച്ചെണ്ണ തീരാറായില്ലേ? പുഴമീൻ കഴിച്ചിട്ടുണ്ടോ? പുഴമീൻ പണ്ടേ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആറ്റിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് അച്ഛന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, അച്ഛനും ഞാനും. പിന്നെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, പിന്നെ കിട്ടിയിട്ടുമില്ല. എന്തിനാ ഇപ്പം ചോദിച്ചേ? അല്ല ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ റോഡ് സൈഡിലുള്ള കുറെ ആൾക്കാർ ഈ മറ്റേ ചേർമീനും വരാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താണ് ഞാൻ മീനോർച്ച് പറഞ്ഞപ്പോ ചിരിക്കണത്? വരാലോ കൊമീഡിയനാണ്. എന്ത് പറ്റി? അല്ല ഞാൻ വേറൊരു കാര്യം ആലോചിച്ചിരിച്ചതാ. എന്താണാവോ? എന്ത് കാര്യം? അച്ഛനെ കുറിച്ച് ആലോചിച്ച? അച്ഛന്റെ മോനെ കുറിച്ച് ആലോചിച്ച്. ഓ നമ്മുടെ വിദ്യാസമ്പന്നനെ കുറിച്ച്. ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? നീ കാര്യം പറ. ഇല്ല നീ പറ. എന്ത്? അമ്മയുടെ പുത്രനുണ്ടല്ലോ കേശു. കേശുവേ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ അവൻ പാട്ട് പഠിക്കാൻ പോണെന്ന്. ഈശ്വര എവിടെ പാട്ട് പഠിക്കാൻ പോണെന്ന്? ശാസ്ത്രീയ സംഗീതോ? അവന്റെ ട്യൂഷൻ സെന്ററോ ജനസേവാ കേന്ദ്രോ അവിടെ ഒരു മ്യൂസിക് ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ചെക്കൻ അവിടെ പോയി അഭ്യസിക്കാൻ തുടങ്ങിയിരിക്കണു. ഇവ നമ്മളെ നാടകം കെടുത്തിട്ട് ഉറപ്പാണ്. അന്ന് നാടകം കളിച്ച് നാടകം കെടുത്തിയതാ. ഇവന്റെ കാര്യോട്ടോ വലിയ കഷ്ടമാണ്. അതല്ലമ്മ, ഇവന്റെ ശബ്ദത്തെ പറ്റി സ്വയമായിട്ട് ഒരു ബോധമില്ലേ? അതാണ്, സ്വന്തം ശബ്ദം നല്ലതാണെന്നാണ് എല്ലാവരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. അമ്മ ഒഴിച്ചു കൂട്ടാൻ ഞാൻ എന്താ ഉണ്ടാക്കട്ടെ? എന്തെങ്കിലും ഉണ്ടാക്ക്. എന്തെങ്കിലും ഉണ്ടാക്കാനാ? അമ്മ എന്തിനാ ചിരിക്കണേ? ഓ ഞാൻ ഒഴിച്ചുകൂട്ടന്റെ കാര്യം പറഞ്ഞോണ്ട് ചിരിക്കണായിരിക്കും അല്ലേ? ചേച്ചി
ഞാനും കഴിക്കണ അരിയാഹാരം തന്നെ കേട്ടാ. ഞാൻ പാട്ട് പഠിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്തിനാണ് ചിരിക്കണത്? ശരി തന്നെ, ഞാൻ പാട്ട് പഠിക്കാൻ പോണു. ആര് പാട്ട് പഠിക്കാൻ പോകുന്നത്? എന്റെ ചേട്ടൻ ക്യാഷ് ചേട്ടൻ. എല്ലാരും ചിരി നിർത്തിയേ. ചേച്ചി പറഞ്ഞ നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. ഒരു അബദ്ധം പറ്റിയതാണ്. കേശുവേ എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 ദിവസമായി. 2 ദിവസമായോ? നിങ്ങൾ നീ ഇപ്പോഴാണോ പറയണേ? ഇപ്പൊ പറഞ്ഞതിനെ കണ്ട്. കേശേ, നീ കർണാടക സംഗീതമാണോ പഠിക്കാൻ പോണത്? ദൈവമേ, 7 സ്വരം കൊണ്ട് കേശു ഇവിടെ സംഗീത സാന്ദ്രം ആക്കും. കേശുവേ ഒരു കാര്യം ഞാൻ പറയാം. പ്രാക്ടീസ് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് സരിഗമ തുറക്കരുത്. അല്ല കുഴപ്പമില്ലടാ, എന്തായാലും നമുക്ക് പറഞ്ഞിടത്ത് വെച്ച് കാണാം. പോണോ, നീ സെറ്റാക്ക്, പോ. അരന്നിടത്ത് വെച്ച് കാണാനേ തല്ല് കേസല്ല, സംഗീതമാണ്. പുനിതമായ സംഗീതം. പുനിതമായ സംഗീതം അങ്ങനെ പറയാം. കേശുവേ നിന്റെ ലെവലൊക്കെ അങ്ങ് മാറിയല്ലോ. കേശു, എടാ ഇതിന് അരങ്ങേറ്റം വല്ലതും ഉണ്ടാവോ? ഉണ്ടാവും, അടുത്ത ആഴ്ച ഗുരുവായൂർ വെച്ച് വരണം കേട്ടാ കാണാൻ. മതി ഞാൻ നീ കയറി പിടിച്ച് ഇവിടെ ആരും വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്നാലേ പിന്നെ പാട്ട് പഠിപ്പിക്കാന്ന് എങ്ങനെ സമ്മതിച്ച്? അതാണ് ചേട്ടാ ഞാനും ആലോചിക്കണത്. എത്ര കാലം വെച്ചിട്ട് പിടി കിട്ടണില്ല. ഇനിയിപ്പോ ഇത് ഒറിജിനൽ മ്യൂസിക് ടീച്ചറാണല്ലോ അല്ലേ? എന്താന്ന് അവരാ? അതെ, അവര് സംഗീത കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയവരാ. ഉറപ്പ് തന്നെ? ഉറപ്പ് തന്നെ. ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാകത്തില്ല, ഞാൻ പോണു.